ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. ഇന്ത്യയിലെ മിനറൽ റിസോഴ്സസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൈക്കയാണ് അടുത്ത മിനറൽ. മൈക്ക ഒരു നോൺ മെറ്റാലിക് മിനറലാണ്. ഒരു തിളക്കമുള്ള വസ്തുവാണ്. ഇതിനെ തിൻ ഷീറ്റുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ബ്ലാക്ക്, ഗ്രീൻ, യെല്ലോ എന്നിങ്ങനെ പല നിറങ്ങളിൽ മൈക്ക കാണപ്പെടാറുണ്ട്. ഹീറ്റ്, ഇലക്ട്രിസിറ്റി എന്നിവ കൊണ്ടൊന്നും മൈക്ക പെട്ടെന്ന് നശിച്ചു പോവുകയില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഇൻഡസ്ട്രിയിലും ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിലും മൈക്ക വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ജാർഖണ്ഡ്, രാജസ്ഥാനിലെ അജ്മീർ, ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ എന്നിവിടങ്ങളിലെല്ലാം മൈക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത മിനറലിനെ പരിചയപ്പെടാം. ഇതൊരു റോക്ക് മിനറലാണ്. ലൈംസ്റ്റോൺ എന്നാണ് ഇതിൻ്റെ പേര്. സെഡിമെന്ററി റോക്സിലാണ് ലൈംസ്റ്റോൺ പ്രധാനമായും കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ലൈംസ്റ്റോൺ ഉൽപാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനം രാജസ്ഥാനാണ്. അത് കഴിഞ്ഞാൽ മധ്യപ്രദേശ്, പിന്നെ ആന്ധ്രാപ്രദേശ്. ഇതോടുകൂടി ഈ അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള എല്ലാ മിനറൽ റിസോഴ്സസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ മിനറലുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് മൈനുകളിൽ നിന്നാണ്. ഈ മൈനുകൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട്. പല മൈനുകളും സ്ഥിരമായി അപകടം ഉണ്ടാക്കാറുണ്ട്. കോൾ മൈനുകളിൽ 50% സുരക്ഷിതമല്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ജാറിയ എന്ന മൈൻ. ജാറിയ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ഇവിടെ പല ആൾക്കാരെയും കാണാതായിട്ടുണ്ട് ഈ മൈനുകൾക്കുള്ളിൽപ്പെട്ട്. ഈ മിനറലുകൾ നമ്മുടെ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്നത് മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ, ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പ്രവർത്തന ഫലമായാണ്. നമ്മുടെ വ്യാവസായിക വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ മിനറൽസ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുമ്പോൾ ഇത് പ്രത്യേകം ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന അത്ര തോതിൽ മിനറലുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. റേറ്റ് ഓഫ് റീപ്ലനിഷ്മെൻറ്റ് ഈസ് വെരി സ്ലോ. അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത അളവ് മിനറൽസേ നമ്മുടെ കയ്യിൽ ഉള്ളൂ എന്ന് എപ്പോഴും ഓർക്കണം. ഈ മിനറലുകളാവട്ടെ നോൺ റിന്യൂവബിൾ ആണ്. അതുകൊണ്ട് തന്നെ വലിയ അളവിൽ ഈ മിനറൽസൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ തീരുമാനിച്ചാൽ ഒരു ദിവസം ഇവയൊക്കെ തീർന്നു പോകാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, മൈൻസിലൊക്കെ കൂടുതൽ ആഴത്തിൽ കുഴിച്ച് ഈ മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ വിലയും വളരെയധികം കൂടും. സോ വി ഷുഡ് യൂസ് ദ മിനറൽസ് ഇൻ എ സസ്റ്റൈനബിൾ മാനർ.